ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഉയർപ്പിൻ്റെ പ്രഭാതം കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, പ്രത്യേകിച്ച് നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്ന നിങ്ങളുടെ ദൈവദാസന് മസ്കറ്റിലായിരിക്കുന്ന സമയത്ത് ഞാൻ പല പ്രാവശ്യം മസ്കറ്റിൽ OPAയിൽ എനിക്ക് തോന്നുന്നത് OPAയുടെ നിയമം മാറുമ്പോൾ ഏറ്റവും അവസാനം സ്റ്റേജിൽ നിന്ന് വിസിറ്ററായിട്ട് പ്രസംഗിച്ച ആൾ ഞാനാണ്. അത് കഴിഞ്ഞ് പിന്നെ വന്നവരെ ആരെയും സ്റ്റേജിൽ കയറ്റി പ്രസംഗിപ്പിച്ചിട്ടില്ല. വിസിറ്റേഴ്സിന് ലാസ്റ്റ് പ്രസംഗം ഞാനാണ് പ്രസംഗിച്ചിട്ട് പോരുന്നത്. അന്ന് അവിടെ പറഞ്ഞ പല ദൂതുകളും നിവർത്തിക്കപ്പെടുന്നത് കാണാനും, ചില മരണത്തിൻ്റെ ദൂതുകൾ ഇവിടെ പറഞ്ഞു. അതിൽ 3 പേര് ഒന്നിച്ചു മരിച്ചു. ബിനോയ്ക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ദൂത് ഞാൻ പരസ്യമായി OPAയിൽ പ്രസംഗിച്ചതാണ്. അന്ന് ചിലരൊക്കെ വന്ന് എന്നോട് ഇങ്ങനെ വേണോ അങ്ങനെ വേണോ, ഞാൻ പറഞ്ഞു ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റേതായിട്ട് പറയാനൊന്നുമില്ല. പിന്നെ അന്ന് ഞാൻ പറഞ്ഞു സംഭവിച്ചില്ലെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പിടിച്ചു നിർത്തിയ പോലെ എന്നെ പിടിച്ചു നിർത്തി എന്താണെന്ന് ചോദിച്ചിട്ടേ വിടാവെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ മരിക്കേണ്ട ആ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ സൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന മീറ്റിംഗ്, ഞാൻ മസ്കറ്റിൽ എത്തുന്നതിന് മുൻപ് തോമസ് ചാൻ അറേഞ്ച് ചെയ്ത OPAയുടെ മീറ്റിംഗ് പെട്ടെന്നൊരു നിമിഷത്തിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ മീറ്റിംഗ് ക്യാൻസലായി പാസ്റ്ററെ. അവർ പെട്ടെന്ന് മാറ്റി, പകരക്കാരനായി ഒരാളെ അവിടെ ഇറക്കി. അപ്പോൾ എന്നോട് ആരെന്ത് ചോദിച്ചാലും ഞാനൊരു മറുപടി പറയാറുണ്ട്, യഹോവ ഇരേ. യഹോവ ഒന്ന് പറഞ്ഞേ. ഇത് ആദ്യമായിട്ട് കേൾക്കുക എന്ന് തോന്നുന്നല്ലോ. സുഹൃത്ത്, എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് 1-2 വാക്കുകൾ പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിൽ ഞാൻ ദൈവദാസനെ കൈമാറാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു യഹോവ ഇരേ. അപ്പോൾ തന്നെ അടുത്തൊരു പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ആഴ്ചയിൽ ഇവിടെ മീറ്റിംഗ്. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ക്യാൻസലായി. അയ്യോ പാസ്റ്ററെ വിഷമിക്കേണ്ട, ഒരാഴ്ചത്തെ മീറ്റിംഗ് ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഞാൻ വണ്ടിയും കൊണ്ട് വരാം. ആ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വണ്ടിയിൽ പോയി. സൂറിൽ ഞാൻ പ്രസംഗിച്ചിട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ കയറേണ്ട വണ്ടിയിൽ എനിക്ക് പകരം പോയ ദൈവദാസനും ആ കൂടെ പോയ സന്തോഷും, മനോയ്ക്ക് അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പേര് പറഞ്ഞു, സന്തോഷും, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനാണ് ഇരിക്കേണ്ടത്. അന്ന് രാവിലെ നടന്ന ആക്സിഡൻറ്റിൽ അവർ 2 പേരും ലോകത്തോട് യാത്ര പറഞ്ഞു. ഇതൂത് ഞാൻ മസ്കറ്റിൽ പ്രസംഗിച്ചു, ഞാൻ പരസ്യമായിട്ടാണ് പറയുന്നത്. ദൈവമക്കൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, 2 കാര്യങ്ങൾ നമുക്കറിയത്തില്ല. ഒന്ന്, നമ്മുടെ മരണം എപ്പോഴാണെന്നറിയത്തില്ല. 2, കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്ന് അറിയത്തില്ല. ചിലരൊക്കെ അവിടെ ഇവിടേക്ക് ഇരുന്ന് അനങ്ങുന്നുണ്ട്. അവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 2 കാര്യം നമുക്കറിയത്തില്ല. നമ്മളെപ്പോഴാണ് പോകുമെന്ന് അറിയത്തില്ല. 2, കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്നും അറിയത്തില്ല. ഇത് പെർഫോം ചെയ്യുന്നൊരു വേദിയല്ല, തമ്പുരാനെ ആരാധിക്കാൻ വന്നത് സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് സാക്ഷ്യം വഹിച്ച ആളാണ് നമ്മുടെ പാസ്റ്റർ. അന്ന് എന്നെ ചോദ്യം ചെയ്തവരുടെ മുമ്പിൽ അവരുടെ തലയെല്ലാം കുനിഞ്ഞു. അതിലൊരു ഡെഡ് ബോഡി എംബാം ചെയ്തിറങ്ങുമ്പോൾ എന്നോട് കമ്മിറ്റിക്കാർ പറഞ്ഞു, രാജൻ പാസ്റ്റർ പ്രാർത്ഥിച്ചിറക്കാൻ. അതിലൊരു ദൈവദാസൻ, ആദ്യമായിട്ട് മസ്കറ്റ് സന്ദർശിക്കുന്ന ഒരു ദൈവദാസനും ആ മരണത്തിനകത്ത് ഞാനായിരുന്നു അവിടെ ഇരിക്കേണ്ടയാൾ. എന്നെ തമ്പുരാൻ പിടിച്ചു മാറ്റി. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വ്യസനമായും വേദനയായിട്ടും തോന്നുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ചില നഷ്ടങ്ങളും ചില കഷ്ടങ്ങളും, ചില വഴികളൊക്കെ അടയുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവമക്കൾക്ക് അത് മനസ്സിലാക്കി വേണം മുൻപോട്ട് പോകാൻ. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഈ സഭയുടെ മുൻപിലല്ല, സർവശക്തൻ്റെ മുൻപിലാണ്. ഒരിക്കൽ ഞാൻ അമേരിക്കയിൽ, എനിക്കിന്ന് 2022 തോന്നുന്നു, ഒരു വലിയ മീറ്റിംഗ് നടക്കുക.
അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, പാസ്റ്ററെ വെൽ സൂട്ടിൽ വേണം വരാൻ. എൻ്റെ പൊന്നോ, എനിക്കങ്ങനെ സൂട്ടിട്ട് വലിയ ശീലമൊന്നുമില്ല. പക്ഷേ 5-6 സൂട്ട് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആരൊക്കെയോ മേടിച്ച് വന്ന സൂട്ടാണ്. ടൈയൊക്കെ വരിഞ്ഞ് മുറുക്കി ശ്വാസം വിടാൻ വയ്യാത്ത പരുവത്തിൽ ഒരു 3 വട്ടം കണ്ണാടിക്കകത്ത് പോയി ഞാൻ തന്നെ ആണോ എന്ന് ഒന്നുകൂടെ നോക്കി നാട്ടിൽ നിന്ന് കൊണ്ടുപോയ പൗഡറുമൊക്കെ തൂത്ത് കളഞ്ഞേച്ച് മിടുക്കനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് പോവാ, എന്നെ സൂക്ഷിച്ചോണേ കർത്താവേ. ഉടനെ കർത്താവ് ഇടിവിട്ട് പോലൊരു മറുപടി പറഞ്ഞു, നീ ജനത്തിൻ്റെ മുൻപിലല്ല നിൽക്കുന്നത്, എൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവജനത്തോട് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങുക. നീ വന്നതൊരു പാസ്റ്ററുടെ മുൻപിലല്ല, സകല രഹസ്യങ്ങളും അറിയുന്ന തമ്പുരാൻ്റെ മുൻപിൽ വിധിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നീ വന്നിരിക്കുന്നത്. കുഞ്ഞുകളിയൊന്നും ഇതിനകത്ത് പാടില്ല കേട്ടോ. സ്വത്രം കാര്യഗൗരവത്തോടെ വേണം ജീവിതം ഓരോ നിമിഷവും നയിക്കാൻ. പരീശന്മാരായിട്ട് മാറരുത്, ഭക്തന്മാരായിട്ട് മാറണം, ശക്തിയുള്ളവരായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തന്ന സമയത്തിൻ്റെ ഉള്ളൊരു പാട്ടൊക്കെ പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പാടുന്നില്ല, സമയം കിട്ടുമ്പോൾ. അപ്പോൾ ഞാൻ പാട്ടുകാരനൊന്നുമല്ല, പക്ഷേ പാട്ട് എഴുതുന്ന ആളാണ്. ഞാൻ എഴുതിയ പാട്ട് നിങ്ങളിവിടെ പാടിയിട്ടുണ്ട്, ഇനിയും പാടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞാൻ അതിന് മുതിരുന്നില്ല. സ്തോത്രൻ്റെ മനസ്സിനകത്ത് തികട്ടി വന്ന ഒരു ദൈവാലോചന നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, സുബോധത്തോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. സ്തോത്രം വരുന്നില്ല, നമുക്ക് അങ്ങനെ വലിയ ശീലമൊന്നുമില്ലല്ലോ അല്ലേ? സ്തോത്രം. ഞങ്ങളൊക്കെ യാക്കോബായിലായിരുന്നു. പെന്തക്കോസിൽ ജനിച്ചു വളർന്നതല്ല, പാഴ്സണേജ് കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഉപദേശിമാരുടെ അനുഭവങ്ങളൊന്നും അറിയത്തുമില്ല. യാക്കോബക്കാരനായിട്ട് മാവേലിക്കരയിൽ ജനിച്ചു. അപ്പൻ നിരീശ്വരവാദി, തമിഴ്നാട് എലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ. വീട്ടിൽ ആവശ്യത്തിലധികം പണമുണ്ട്. 2 വീടുകളിലും ബിസിനസ്സുണ്ട്, എല്ലാറ്റിനും എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ദൈവം മാത്രം ഇല്ലായിരുന്നു. തമ്പുരാൻ്റെ ക്രോധത്തിൻ്റെ വടി വെച്ച് ഞങ്ങളുടെ 2 കുടുംബങ്ങളെ അടിച്ചു. ഓർക്കുക, ഞാൻ ഇവിടെ നിന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ തന്നൊരു കാര്യം ഇങ്ങനെ പറയാം. ദൈവത്തിന് സ്തോത്രം. നമുക്കിവിടെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുവോ അതൊന്നും ഉള്ളതല്ല. ഇതല്ല, ഒരു പനിക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു പ്രതാപം, ഒരു ഗമണ്ടും ദൈവസന്നിധിയിൽ കൊണ്ടുവരരുത്. സ്തോത്രം. പോയി എനിക്കറിയാം, അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്, നിൻ്റെ ധനവും നിൻ്റെ മാനവും നിൻ്റെ പദവിയും പത്രാസും ഒന്നുമായിട്ട് ഈ ഹോളിനകത്ത് ആരാധിക്കാൻ കയറരുത്. നിന്നെ നീ ആക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മനസ്സിലാക്കിയ ഒരു ദൈവമുണ്ട്, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്, നിന്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്, മുറിവ് കെട്ടുന്നൊരു ദൈവമുണ്ട്, വേണ്ടത് അറിഞ്ഞ് പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം സകലത്തെയും കാണുന്നവനാകയാൽ അവൻ്റെ മുമ്പിൽ വരുമ്പോൾ എത്രയും കുനിയാമോ അത്രയും കുനിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ താണിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യാക്കോബായിലായിരുന്ന സമയത്തൊക്കെ ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ക്രിസ്തുമസ് പാട്ടുകൾ ഒത്തിരി എഴുതിയിട്ടുണ്ട്. പരിമല തിരുമേനിക്ക് വേണ്ടിയും ഗീവർഗീസ് സംഗതി ഒരിക്കലും ചരിത്രത്തിലുള്ള ഇല്ലാത്തൊരു ദൈവമായിരിക്കുന്ന ഗീവർഗീസിന് വേണ്ടി വരെ പാട്ടെഴുതിയ ആളാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവരാരും ഇന്ന് വരെ ഒരു മറുപടി എന്നോട് പറഞ്ഞിട്ടില്ല. വിശ്വാസത്തിൽ വന്ന ശേഷം ആദ്യം ഞാൻ പാട്ടെഴുതുന്നത് സിംഗപ്പൂരിൽ വെച്ചാണ്. 1998 സിംഗപ്പൂരിലെ മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ വെച്ചാണ് എൻ്റെ ആദ്യത്തെ ക്രിസ്തീയ ജീവിതത്തിലെ ആദ്യത്തെ പാട്ടെഴുതുന്നത്. 10 വർഷം ഏഷ്യാനെറ്റുകാർ അത് പ്രക്ഷേപണം ചെയ്തു ആ പാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയാമെന്ന വസ്തുത ഇതൊന്നുമല്ല. രാത്രിയിൽ അത്താഴം കഴിഞ്ഞ ശേഷം എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ട്, മോനെ ആകൽക്കർസ വരാതിരിക്കാൻ രാത്രി മാർ അപ്രേമിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അത് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. ഞങ്ങൾ ഈ പിശാചിനിട്ടിരിക്കുന്ന ഓമന പേര് ആകൽക്കർസ. സ്തോത്രം.
അപ്പോൾ ഇത് വരാതിരിക്കാൻ, കുരവള്ളിക്ക് പിടിക്കാതിരിക്കാൻ രാത്രിയിൽ. അപ്പോൾ അപ്രയം എഴുതിയ പാട്ടെന്ന് പറഞ്ഞ് ഒരു 10-42 വരിയുണ്ട്. സന്ധ്യയ്ക്ക് തുടങ്ങിയ രാവിലെ തീരും. പിന്നെ എപ്പോഴാണ് ഉറങ്ങുന്നത്? അതുകൊണ്ട് ഞങ്ങൾ പിള്ളേർ രണ്ടുപേരുടെ തീരുമാനമെടുത്ത്, നമ്മളെങ്ങനെയാണല്ലോ കുറുക്കു വഴി കണ്ടുപിടിക്കുന്നവർ ഈ മലയാളികൾ. അവസാനത്തെ 4 വരി അങ്ങ് പാടാമെന്ന് വെച്ചു. അത് എഴുതിയിരിക്കുന്ന ഇങ്ങനെ, യാക്കോക്കാരെ വല്ലോണ്ട് അവർക്കറിയാം കേട്ടോ. സ്വോത്രം 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 കർത്താവേ, സ്തോത്രം അതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിലെന്നും. എൻ്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി. 1000 ഗുണം 1000 എത്ര ഉണ്ട് നിങ്ങൾ ഗുണിച്ച് കർത്താവിനോട് പറയുക, എൻ്റെ കമ്പ്യൂട്ടറില്ല, നിനക്ക് വേണേൽ ഗുണിച്ചെടുത്തോണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇത്രയും സ്തോത്രം കൊടുത്തച്ച ഒരു യാക്കോബക്കാരൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നത്. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, സ്തോത്രം പറയാൻ യോഗ്യത പ്രാപിച്ച പെന്തക്കോസ്തേ, ഇന്നലെ രാത്രി എത്ര സ്തോത്രം കൊടുത്തച്ചാ നീ കിടന്നത്? എൻ്റെ പാസ്റ്ററെ, അങ്ങനൊന്നും കയറി ഇങ്ങോട്ട് ചോദിക്കല്ലേ, ഞങ്ങളെ ചുമ്മാ ശ്വാസം മുട്ടിക്കല്ലേ കേട്ടോ. ഇനി അടുത്തത് കേൾക്കുമ്പോൾ ശ്വാസം തന്നെ മുട്ടിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം പറയാം. സ്തുതിയും, പള്ളി ചെന്നെന്താ പഠനം, സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തന്നല്ല ഉന്നതിയും സദാ. അച്ചപ്പെട്ടത്തിന് നേർന്ന അവിടെ പോയിച്ചു വന്ന അമ്മേ, സദാ നേരവും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഇടവിടാതെ കരയേറ്റാൻ, എന്താ പറഞ്ഞേ, ഇടവിടാതെ എന്തോ കരയേറ്റാനാ? സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഇടവിടാതെ കരയേറ്റാൻ എന്നെ യോഗ്യതയുള്ളവനാക്കണമേ. യാക്കോക്കാർ വല്ലവരും ഉണ്ട്, അവർക്കറിയാം, ഇത് പാടിയിട്ടുണ്ട്. എന്തോ പറയാൻ? ആ സ്തോത്രം പറയാൻ എന്നെ യോഗ്യനാക്കണമേ എന്ന ഓർത്തഡോക്സുകാരൻ പാടിയതെങ്കിൽ ആ യോഗ്യത പ്രാപിച്ച് ഇവിടെ വന്നിരിക്കുന്ന ജനം നോക്ക്, വായിക്ക് പ്ലാസ്റ്റർ ഒട്ടിച്ചല്ലേ ഇരിക്കുന്നേ. സ്തോത്രം പറയാൻ ഇനിയും പഠിപ്പിക്കണോ? സ്തോത്രം. ഇത് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് അരിശം വരുന്നത്. കാരണം ഇത് പറയാൻ നമ്മളെ ദൈവം യോഗ്യരാക്കി വെച്ചിരിക്കുക. യോഗ്യത പ്രാപിച്ചിട്ടും ചിലതിൻ്റെ ഇരിപ്പ് കണ്ടാൽ ഇതുവരെ അത് കിട്ടിയിട്ടില്ലെന്നുള്ള പരുവത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം ചെയ്യാൻ വന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ട്. അയ്യോ, പറയിപ്പിച്ച് എനിക്കിട്ട് വേണം 2 തരാൻ. ഹല്ലേലൂയ. സ്തോത്രം. അകത്ത് വല്ലതും ഉണ്ടെങ്കിലല്ലേ പുറത്തോട് പറയാൻ പറ്റൂ. കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും വളരെ എളുപ്പമാണ്. ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കാൻ എത്ര പേരുണ്ട് തൻ്റെ ഇടമുള്ളവർ? കർത്താവ് വരാറായി. 2023 രോഗക്കിടക്കയിൽ കിടന്നു, മരണത്തോട് മല്ലടിച്ച സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 3 ദിവസം വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ ഒരു പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ചാ മരണക്കിടക്കയിലാണ്. ഞാൻ പറഞ്ഞു, സ്തോത്രം, ശുശ്രൂഷ തികച്ചെങ്കിൽ എനിക്കങ്ങ് പോകും. എനിക്കിവിടെ എന്നാ പോകാനാ? എനിക്കിവിടെ പോകാൻ ഒന്നുമില്ല. സുവിശേഷവേല ചെയ്ത് ഒന്നും നേടിയിട്ടില്ലിവിടെ, ഒന്നുമില്ലിവിടെ. എനിക്കങ്ങോട്ട് പോകാൻ ഒരു പ്രയാസവും ഇല്ല. എനിക്ക് നഷ്ടദുഃഖത്തോടെ പോകേണ്ടി വരത്തില്ല. സന്തോഷത്തോടെ പോകാൻ തൻ്റെ ഇടമുള്ളവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അല്ലേ, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. എനിക്കിവിടുന്ന് പോകാൻ ഒരു ദുഃഖവും ഇല്ലെന്ന് പറയാൻ ആമേൻ മനസ്സിൽ സംതൃപ്തി ഉള്ളവർ മാത്രം ഒരു ഹല്ലേലൂയ പറ. സ്തോത്രം. ഒരു പ്രവാചകൻ, ഞാനിങ്ങനെ വടിയൊക്കെ പിടിച്ച് വീട്ടിൽ ഓക്സിജൻ സിലിണ്ടറും വെച്ച് ഓക്സിജനും ശ്വസിച്ചുകൊണ്ട് കിടക്കുക. കാരണം ലങ്സ് കൊളാപ്സായിപ്പോയി. അപ്പോൾ ഒരു പ്രവാചകൻ വന്ന് ചെന്നോട് പറയുക, ആമേ ഞാനിവിടെ ഓക്സിജൻ വലിച്ച് കിടക്കുക. അതിനോട്, അച്ഛാ യൂറോപ്പിന് പോകാൻ കർത്താവ് വിളിക്കുന്നു, പെട്ടെന്ന് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഈ ഓക്സിജൻ സിലിണ്ടറിലൂടെ ഞാൻ പോകുന്ന വഴിക്ക് കൊണ്ടുപോകണം, ഇല്ലേ പിന്നെ ഞാനെങ്ങനെ വലിക്കുന്നേ? എന്നോട് പറഞ്ഞു, നീയല്ലേ വിശ്വാസം പഠിപ്പിക്കുന്ന ആള്, നീ ജീവിക്കുന്ന വിശ്വാസത്താലല്ലേ, പിന്നെ ഈ പറഞ്ഞ ദൂത് നിനക്ക് വിശ്വസിക്കരുതോ? ഓക്സിജൻ സിലിണ്ടറുകാരനെ വിളിച്ചു പറഞ്ഞ് എടുത്തുകൊണ്ട് പൊക്കോളാൻ. അവൻ വന്ന് എടുത്തുകൊണ്ട് പോയി. എന്നോട് ചോദിച്ചു, സാറ് സൗഖ്യമായോ? അത് നിന്റെ കാര്യമല്ല, ഞാനും അപ്പനുമായിട്ടുള്ള കാര്യമാ. അന്ന് ദൈവം എനിക്ക് പുതിയൊരു ലെങ്സ് തന്നു. അതും കൊണ്ടാണ് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത്. എൻ്റെ ഡോക്ടർക്ക് ഈ രോഗമുണ്ട്, എന്നെ ചികിത്സിച്ച ഡോക്ടർക്ക് ഈ രോഗമുണ്ട്. അയാൾ പറഞ്ഞു, എൻ്റെ ആയുസ്സിൽ ഒരിക്കലും ഇനി നിനക്ക് പ്രസംഗിക്കാനൊക്കത്തില്ല. അത് നീയല്ല തീരുമാനിക്കുന്നത്, എന്നെ വിളിച്ച ദൈവമാ തീരുമാനിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, നമ്മുടെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കേണ്ടത് നമ്മളല്ല. നമ്മുടെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കേണ്ടത് വൈദ്യശാസ്ത്രമല്ല, നമ്മളെ വിളിച്ച ദൈവമാണ്.
നമ്മുടെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്താൻ ഒറ്റ വാക്യം വായിക്കത്തുള്ളൂ. ഒരു വാക്യം മാത്രം പറയുന്നു. ആരാധനയ്ക്ക് വന്നവരുണ്ടെങ്കിൽ ഒന്ന് ആരാധിച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ. 51 സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ഞാൻ വേദവസം തുറക്കത്തില്ല, തുറന്നാൽ ഇന്ന് പോക്ക് നടക്കത്തില്ല. അതുകൊണ്ട് 51 സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ, നമുക്കെല്ലാം കാണാപ്പാടെ അറിയാവുന്ന ഒരു വാക്യം, സാംസ് 51 ചാപ്റ്റർ 51, സാംസ് 51 വേഴ്സ് 10. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എൻ്റെ ഉള്ളിൽ. ഒരാമേൻ പറഞ്ഞേ. എല്ലാവരും ഇവിടെ ഉണ്ടോയെന്നറിയാനാ. സ്തോത്രം. ഒരാമേനോട് പറഞ്ഞാട്ടെ. ഇതെല്ലാം കർത്താവിന് കൊടുക്കുന്നതല്ലേ, നമുക്കൊന്നും അല്ലല്ലോ. ആമേൻ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചത്. പാടിയത് ദാവീദാണ്. പാടാനുണ്ടായ കാരണം, പശ്ചാത്തലം നമുക്കറിയാവുന്നത് കൊണ്ട് തൽക്കാലം വിടുന്നു. പശ്ചാത്തല സംഗീതമൊക്കെ പിന്നീട് നമുക്ക് പാടാം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഇരിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. അവസരം ഒരുക്കിയ ദൈവദാസനും അതുപോലെ തന്നെ ഈ സഭയെ എന്നെ പരിചയപ്പെടുത്തിയ പൗലോസ് പാസ്റ്ററുടെ മകൻ ഗോഡ്വിനുണ്ട്. ആ കുഞ്ഞും ഞാനുമായിട്ടൊക്കെ സ്തോത്രം. അദ്ദേഹത്തിൻ്റെ പിതാവ് ഞാനും കൂടെ, അദ്ദേഹത്തിൻ്റെ പിതാവ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് ബഥേൽ ബൈബിൾ കോളേജിൽ 1987 ഒന്നിച്ച് പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് 6-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് ദൂത് പറഞ്ഞ, നിന്നെ ഒരു ഉപദേശി കെട്ടിക്കൊണ്ടു പോകുന്ന, 6-ാം ക്ലാസ്സിൽ പഠിച്ച കൊച്ചിനോട് ഉപദേശി കെട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ആ കുഞ്ഞുമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഒന്നിച്ച് വീണ്ടും കാണാൻ ദൈവം അവസരം ഒരുക്കി തന്നു. ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയത് 1975 സ്വതന്ത്രം പോയ പ്ലെയിനെ കയറിയപ്പം പ്രവാചകനും പ്രസംഗനൊന്നും ആയതല്ല. 1975 തുടങ്ങിയതായി ഈ പരിപാടി. ഇന്നും കർത്താവ് നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം. ഈ പദം ദാവീദ് പാടാനുണ്ടായ കാരണം നമുക്കറിയാം. അതാ പറഞ്ഞേ, പശ്ചാത്തല സംഗീതം പാടാനുള്ള നേരം ഇപ്പം ഇല്ല. എങ്കിലും ഇത് പാടാൻ ഒരു കാരണമുണ്ടായി. നിർമ്മല ഹൃദയം ഉണ്ടായിരുന്നവന് നിർമ്മല ഹൃദയം നഷ്ടപ്പെട്ടു. അപ്പൊ തനിക്ക് മനസ്സിലായി, നിർമ്മല ഹൃദയം ഉണ്ടെങ്കിലേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കൂ എന്ന് മനസ്സിലാക്കിയ ദാവീദ് പറയുക, എന്നിൽ നിന്നും മാറിപ്പോയ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കണമെങ്കിൽ എനിക്കൊരു നിർമ്മല ഹൃദയം വേണം. ഇവിടെ വന്നിരിക്കുന്നവരോട് പറയുന്നു, പൊത്തുവരുത്ത പരിപാടി കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. ആത്മ ചൈതന്യമില്ലാത്ത ഒരു പാട്ടും, ആത്മ ചൈതന്യമില്ലാത്ത ഒരു ആരാധനയും, ആത്മ ചൈതന്യമില്ലാത്ത ഒരു പ്രസംഗവും, ആത്മ ചൈതന്യമില്ലാത്ത ഒരു വിശ്വാസത്തിനും ദൈവം വില കൽപ്പിക്കുന്നവനല്ല. കൂടിവരവല്ല നമുക്ക് വേണ്ടത്, കൂട്ടായ്മയാണ്. വ്യക്തിപരമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്നു ദൈവത്തെ സ്തുതിക്കാൻ, ലജ്ജ കൂടാതെ സ്തുതിക്കാൻ, സന്തോഷത്തോടെ സ്തുതിക്കാൻ, ഹൃദയം കൊണ്ട് സ്തുതിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ നീയും ദൈവമായിട്ട് എന്തോ ഒരു ബന്ധം കിടപ്പുണ്ട്. സ്തോത്രം. നിർമ്മലത എന്ന് പറഞ്ഞ പദത്തിന് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്നത് ഹഗ്നിയ എന്നൊരു പദം. ഹഗ്നിയ, നിർമ്മലതയ്ക്ക് ഹീബ്രുവിൽ കൊടുത്ത പദം ഹഗ്നിയ. അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് തമീൻ എന്നൊരു പദം. തമീൻ. തമീൻ എന്ന പദത്തിൽ നിന്നാണ് അറബികളുടെ തമാം ഉണ്ടായത്. തമാം എന്ന് പറഞ്ഞാൽ എന്തുവാ? അറബി നാട്ടിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം തമാം. ഞാൻ നല്ലതെന്നാ അല്ല, സ്തോത്രം, നല്ലത്, തമാം. അപ്പൊ ഹഗ്നിയ എന്ന പദത്തിനകത്തുനിന്ന് തമീൻ കിട്ടി. തമീനകത്തുനിന്ന് കിട്ടിയതാണ് തമാം, നല്ലത്. ആമേൻ. നിർമ്മല ഹൃദയം എന്ന് പറഞ്ഞ ദാവീദ് ഉദ്ദേശിച്ച ഈ പദത്തിന്റെ ഹഗ്നിയുടെ അർത്ഥം കേട്ട് പ്രൈസ് ദി ലോർഡ് ഇന്ന് ജനം അതുപോലെ വേണം ഒന്ന് സ്തോത്രം പറയാൻ, കേട്ടോ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. പഴയ നിയമത്തിൽ യാഗത്തിന് കൊണ്ടുവരുന്ന യാഗവസ്തു കൊണ്ടുവന്നാൽ ഉടനെ ഒന്നും യാഗം കഴിക്കത്തില്ല. അത് പുരോഹിതന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. ആടാകട്ടെ, മാടാകട്ടെ, കാളയാകട്ടെ, കുറുപ്രാവാകട്ടെ, എന്തിനേയുമാകട്ടെ കൊണ്ടുപോയി പുരോഹിതന്റെ കയ്യിൽ കൊടുത്താൽ പുരോഹിതനൊരു ജോലിയുണ്ട്, ഇതിനെ പരിശോധിക്കണം. അങ്ങനല്ലേ? ഇതിനെ പരിശോധിക്കണം. എന്തിനാ പരിശോധിക്കുന്നേ? ഊനമില്ലാത്തതിനെ മാത്രമേ യാഗപീഠത്തിൽ വെക്കാവൂ എന്നൊരു വ്യവസ്ഥയുണ്ട്. എന്താ ഉണ്ടാകരുത്?
കാതടഞ്ഞത്, കണ്ണ് പൊട്ടിയത്, കൈ ഒടിഞ്ഞത്, കാല് മണ്ടിയത്, ഞൊണ്ടിയത് ഒന്നും പാടില്ല. ഊനമില്ലാത്തതിനെ വേണം എവിടെ വെക്കാൻ? യാഗപീഠത്തിൽ വെക്കാൻ. അതുകൊണ്ട് പുരോഹിതൻ എന്നെ പരിശോധിക്കും. ഊനമുള്ളതാണേ പറയും, ഇതിവിടെ യാഗപീഠത്തെ വെക്കാൻ കൊള്ളത്തില്ല, കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. യാഗപീഠത്തെ വെക്കാൻ പറ്റിയതിനെ കൊണ്ടുവരാൻ പറയും. അതുകൊണ്ട് പരിശോധിക്കും. യാഗപീഠത്തിന്മേൽ വെക്കാൻ പറ്റിയ തരത്തിൽ ഊനമില്ലാത്ത യാഗവസ്തുവിനെ അറുത്ത് യാഗം കഴിക്കുക എന്നതാണ് ഹഗ്നിയ എന്ന പദത്തിന്റെ അർത്ഥമെങ്കിൽ ദാവീദ് രാജാവ് പാടുന്ന പാട്ടതാണ്, ദൈവമേ ഊനമില്ലാത്തൊരു ഹൃദയം എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഒരു കൊലപാതകം നിമിത്തം, ഒരു വ്യഭിചാര നിമിത്തം എൻ്റെ ഊനമില്ലാത്ത ഹൃദയം നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ വിട്ടച്ചു പോയി. ഇനി എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നീ എൻ്റെ പാപം ക്ഷമിച്ച് ഊനമില്ലാത്ത ഒരു ഹൃദയം എനിക്ക് തരണം. എന്തിനാന്നറിയാമോ? മറ്റുള്ള മുമ്പിൽ കാണിക്കാനല്ല, നിന്നെ എനിക്കൊന്ന് സ്തുതിക്കണമെങ്കിൽ. ഓ സ്തോത്രം, പോരാ 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 പോരാ, ഇങ്ങനല്ല സ്തോത്രം. ഊനമില്ലാത്തൊരു ഹൃദയം ദൈവം എനിക്ക് തരണം. എന്തിനാന്നറിയാമോ? അതുകൊണ്ട് വേണം എനിക്ക് എൻ്റെ ദൈവത്തിനൊരു സ്തോത്രം പറയാ. കളങ്കമില്ലാത്ത, കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത, ലോക സ്നേഹമില്ലാത്ത, ജഡബന്ധമില്ലാത്ത ഒരു നല്ല ഹൃദയം. ഹലോ, ശങ്കരേ ദിനഘടക ചെയ്തരാജ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ മനസ്സിനകത്തെ പുഴുക്കുത്തുകൾ ഇന്ന് പകൽക്കാലം മാറിപ്പോയിട്ട് ഊനമുള്ളൊരു ഹൃദയം മാറ്റിയിട്ട് ദൈവം തമ്പുരാൻ പറയുന്നത് അതാണ്. എസെക്കിയേൽ 33 36 പറയുന്നത്, ആമേൻ ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. തരുത്തില്ലെന്നല്ല പറഞ്ഞത്. ഇന്ന് ചോദിക്കുന്ന നിനക്കൊരു പുതിയ ഹൃദയം. എന്തിനുള്ള ഹൃദയമാണെന്നറിയാമോ? ദൈവത്തെ ശരിക്കൊന്ന് ആരാധിക്കാൻ. ദൈവമക്കളെ, ആരാധന ഇതല്ല കേട്ടോ. ഇതിനകത്ത് നൃത്ത ചുവടുകൾ ഉണ്ടാകും. ഇതിനകത്ത് ദൈവ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടും. ഇതിനകത്ത് രോഗശാന്തി, ആരും പറയാതെ രോഗശാന്തി വെളിപ്പെടും. ഇതിനകത്ത് ബന്ധനങ്ങൾ തന്നെ അഴിഞ്ഞു മാറും. ഇതിനകത്ത് ആത്മാക്കൾ വരും. നിന്റെ കുടുംബത്തിന്റെ കെട്ട് പൊട്ടിപ്പോകൂ. നിർമ്മലതയോട് ആരാധിപ്പാൻ എത്ര പേര് തയ്യാറുണ്ട്? ഒരു ഉപദേശം കൈവക്കണ്ട. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് തെളിവായി പറയുന്നു, ഒരു നല്ല മനസാക്ഷിയിൽ ആരാധിക്കാനാണ് നീ വന്നതെങ്കിൽ ദൈവം നിന്നെ മറക്കത്തില്ല. ആരാധന മറ്റുള്ളവർ കാണാനല്ല, സ്വയം എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാകാനുമല്ല. ഞാൻ ആരാധിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ സ്തോത്രം ചെയ്തു എന്ന് പറയാനല്ല, നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അത് പൂർണ്ണ ഹൃദയത്തോടെ, അത് പൂർണ്ണ ആത്മാവോടെ, അത് പൂർണ്ണ ശക്തിയോടെ, നിർമ്മല മനസാക്ഷിക്കകത്തുനിന്ന് ഉയർന്നു വരുന്ന സ്തോത്രങ്ങളാൽ, ഉയർന്നു വരുന്ന സ്തുതികളാൽ അവൻ മഹത്വത്തിന്റെ മേൽ ഇരിക്കുന്ന ദൈവമാ. അവൻ പരിശുദ്ധനായ ദൈവമാ. നീ കൊടുക്കേണ്ട സ്തുതി അതിവിശുദ്ധമായ സ്തുതിയായിരിക്കട്ടെ. കപടമുള്ളത് ദൈവത്തിന് വേണ്ട, വ്യാജമുള്ള ദൈവത്തിന് വേണ്ട. ദൈവത്തിന് സ്തോത്രം. നാടക പരിപാടിയൊന്നും ദൈവത്തിന് വേണ്ട. ഉള്ളതുപോലെ പറയാൻ, ഉള്ളതുപോലെ കൊടുക്കാൻ ഈ സഭ ഇന്ന് പകൽ തയ്യാറാകട്ടെ. വിടുതൽ ആരും പറയണ്ട. ഉള്ളതുപോലെ അങ്ങോട്ട് കൊടുക്കുമ്പോ ഉള്ളത് അറിയുന്നവൻ ഇങ്ങോട്ട് വന്ന് നിന്റെ കെട്ടങ്ങ് പൊട്ടിച്ചോളും. യെസ്, ഇന്ന് പകൽക്കാലിനകത്ത് നിന്ന് പോകാൻ, ആരാധന കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലതിനെ സ്പർശിച്ചേ ഇവിടുന്ന് വിടത്തുള്ളൂ. മനുഷ്യനോടുള്ളത് മനുഷ്യനോടും, ദൈവത്തോടുള്ളത് ദൈവത്തോടും ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു നല്ല മനസാക്ഷി പ്രാപിച്ച്, ഒരു നല്ല മനസാക്ഷി പ്രാപിച്ച് നിർമ്മല ഹൃദയത്തിന്റെ ഉടമസ്ഥനായി. എന്തിനാണെന്നറിയാമോ? കുറെ കാലം കൂടെ ഇവിടെ തിന്ന് തീർക്കാനല്ല, ഇവിടെ ജീവിക്കാനല്ല. ഇന്നവന്റെ വരവെങ്കിൽ, പറക്കണമെങ്കിൽ ഈ മനസാക്ഷി നമുക്ക് ആവശ്യമാണ്.
യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇനി ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ട്, ഹൃദയത്തിനകത്തുനിന്നൊരു സ്തോത്രം പറഞ്ഞാട്ട്. എനിക്ക് വേണ്ടി ആരും പറയണ്ട, നിങ്ങൾക്ക് വേണ്ടിയല്ല പറയുന്നത്. അവൻ സ്തുതികൾക്ക് യോഗ്യനാകയാൽ, അവൻ ബഹുമാനത്തിന് യോഗ്യനാകയാൽ, അവൻ പുകഴ്ചയ്ക്ക് യോഗ്യനാകയാൽ നിന്റെ പ്രാണനെ വീണ്ടെടുത്തത് വെറുതെയല്ല, നിന്റെ വേദന മാറ്റിയത് വെറുതെയല്ല, നിന്റെ രോഗക്കിടക്ക മാറ്റി വിരിച്ചത് വെറുതെയല്ല. ഞാനൊന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മനുഷ്യന്റെ സ്പെയർ പാർട്സ് ദൈവത്തിന്റെ കയ്യിലുണ്ട്. 100 തെളിവുകൾ ഫോൺ സഹിതം ഞാൻ തരാം. എൻ്റെ ലങ്സ് കൊളാപ്സ് ആയെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇനി ഒരിക്കലും നീ പ്രസംഗിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു പുതിയ ലങ്സ് എൻ്റെ കർത്താവ് തന്നു. അത് വെച്ചാ ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഒരു 4 മണിക്കൂർ തന്നാലും ക്ഷീണിക്കാതെ പ്രസംഗിക്കാൻ ഉള്ളത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആ രോഗക്കിടക്ക് ദൈവാത്മാവ് പറഞ്ഞത്, ഞാൻ വേഗം വരാൻ പോവുക. ഇവര് ചെല്ലുന്നവരോട് പറഞ്ഞേക്കാൻ പറഞ്ഞു, ഞാൻ വേഗം വരാൻ പോവുക, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കോ എന്ന് ജനത്തോട് പറയാൻ പറഞ്ഞു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്, ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചാട്ട് ദൈവത്തിന്റെ സന്നിൽ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിച്ച് പറ, എൻ്റെ സങ്കടം ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, എൻ്റെ വേദന ആർക്കും അറിയത്തില്ലല്ലോ, എന്നെ ആർക്കും അറിയത്തില്ലല്ലോ, എൻ്റെ ഞെരുക്കം ആർക്കും അറിയത്തില്ലല്ലോ, എൻ്റെ അവസ്ഥ ആർക്കും അറിയത്തില്ലല്ലോ. ശരിയാ, നീ പറഞ്ഞതൊന്നും ആർക്കും അറിയത്തില്ല. നീ ആരാധിക്കുന്ന നിന്റെ ദൈവത്തിന് ഇതെല്ലാം അറിയാം. ദൈവമക്കളെ, വായൊന്ന് തുറന്നൊരു സ്തോത്രം പറ. ഇനിയെങ്കിലും ആ സ്തോത്രം ഒന്ന് ഉയരട്ടതിനകത്ത്. കണ്ണടയ്ക്ക്, ഹൃദയം അടയ്ക്കരുത്. കണ്ണടയ്ക്ക്, ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്ക്. ദർശനം വേണ്ടിയത് ഭൂമിയിലുള്ളതിനെ കുറിച്ചല്ല, നിന്റെ അകക്കണ്ണ് തുറന്നിട്ട് നിത്യതയെ കുറിച്ചൊരു ദർശനം ഇന്ന് പകൽ നീ പ്രാപിച്ചോണ്ടേ ഇവിടുന്ന് പോകാവൂ. സ്വർഗീയ പിതാവേ, ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവസരമൊരുക്കിയ സഭയ്ക്ക് നന്ദി പറയുന്നു. തമ്പുരാന്റെ തിരു സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണം. നമ്മെ ഈ കാണുമ്പോഴേയും ഇമ്മാനുവേലിന്റെ ചിറകിന്റെ മറവിൽ ഞങ്ങളെല്ലാം മറയ്ക്കണമേ. ആരും വെറും കൈയോടെ പോകരുത്. ഇന്ന് പകൽ ഒരു ആരാധന ഇവിടെ വെളിപ്പെടുവാൻ തമ്പുരാൻ സഹായിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ.